പ്ലസ് 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് 2004 അവസാനം ഫോർ ദ പീപ്പിൾ ആണ്. ഞാൻ ഫോർ ദ പീപ്പിൾ ആണ് ആദ്യമായിട്ട് തിയേറ്ററിൽ ഒറ്റയ്ക്ക് പോയി കാണുന്നത്. തിയേറ്ററിൽ പോയി കണ്ട സിനിമ മുന്നേ ഉണ്ട്. ഞാൻ മൈഡിയർ കുടിച്ചാൽ എന്തോ ആണ് എന്റെ ഓർമ്മയിൽ. ഞാൻ 3D ക്ലാസ് ഒറ്റയ്ക്ക് പോയി കണ്ട ആദ്യത്തെ മലയാള സിനിമ ഫോർ ദ പീപ്പിൾ ആണ്. അന്ന് മുതൽ പിന്നെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയ പടം വരെയുള്ള എല്ലാ പടവും വെള്ളിയാഴ്ച തന്നെ മാക്സിമം ഒരു ശനി ഞായറിനുള്ളിൽ കണ്ടു തീർക്കാൻ ഞാൻ ശ്രമിക്കും. അല്ലെങ്കിൽ OTT വരുമ്പം അങ്ങനെ ഒരു ഭയങ്കര സിനിമ ജങ്കി ആയിട്ടുള്ള ആളാണ്. അപ്പൊ സിനിമ അതുപോലെ തന്നെ ഒരു പാർട്ട്ണറെ കിട്ടിയേക്കുന്നത്. എന്റെ ആദ്യത്തെ ചെക്ക് ലിസ്റ്റ് അതായിരുന്നു, അങ്ങനെ ഒരാളെ ആവണം എന്നുള്ളത്. കാരണം എന്റെ വീട്ടിൽ ഇതേവരെ നീ എന്തിനാണ് ഇങ്ങനെ സിനിമ, കാരണം ഞാനൊരു ദിവസം 3 സിനിമയൊക്കെ കാണും. രാവിലെ പോയിട്ട് സിനിമകളൊക്കെ കണ്ട് രാത്രിയിലൊക്കെ വരുന്നത്. അപ്പൊ വീട്ടുകാർ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു 3 സിനിമ കണ്ടിട്ടാണ് വന്നത് എന്നാണ്. അപ്പൊ വീട്ടുകാരുടെ അത്ഭുതം ഇവർ എങ്ങനെ ഇത് കാണുന്നു എന്നുള്ളതായിരുന്നു. ജിമ്മിൽ പോയി പറഞ്ഞു കേട്ടിട്ടുണ്ട്, നടുവേദന മാറ്റാൻ ജിമ്മിൽ പോയത് സിനിമ കാണാനായിട്ട്. അങ്ങനെ അതെ അതെ അതെ. അത് ആക്ച്വലി ഒന്നുമില്ല. അതിപ്പം ഞാൻ കല്യാണം കഴിച്ച ആളും അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പൊ എനിക്കൊക്കെ പിന്നെയും കുറച്ചുകൂടെ ഞാൻ ചെയ്യുന്ന ജോലിയാണിത്, അല്ലെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഹോബി. പക്ഷെ ഇതൊന്നും അല്ലാതെ സിനിമ മിയർ ക്രൈസിന്റെ പുറത്ത് സിനിമയുടെ ഇഷ്ടമുള്ളത് കൊണ്ട് സിനിമയിൽ നിന്നൊന്നും കിട്ടാനില്ല, സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമില്ല, അങ്ങനെ സിനിമ കാണുന്ന ഒരാളാണ് ഞാൻ കണ്ടുപിടിച്ചത്. അഞ്ജലി എന്നാണ് പേര്. അതെ.